വളരെ രസകരമായൊരു ചോദ്യം ഞാൻ വായിച്ചതാണ്. ജോസ് പ്രകാശുമായിട്ടൊരു സിനിമയിൽ സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അവസാനം സ്റ്റണ്ട് റിയൽ അടിയായി. പിന്നെ ഡയറക്ടർ വന്ന് പിടിച്ചു മാറ്റേണ്ടി വന്നു. ശരിക്കും അങ്ങനെ സംഭവിച്ചു സർ? അപ്പോൾ അങ്ങനെ പിടിച്ചു മാറ്റേണ്ടി ഒന്നും വന്നില്ല. പിടിച്ചു മാറ്റേണ്ടി വന്നില്ല. അതിനകത്തുള്ളതൊന്നും ഇല്ലില്ല. അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ടില്ല. ഓ അത് ശരി. അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കത്തൊക്കെ ഒരു അടി പോലും ഇല്ല. കണ്ടാൽ അങ്ങനെ അതാണല്ലോ ആക്ടിങ്. സാധാരണ ഇതിന് സ്റ്റണ്ട് മാസ്റ്റേഴ്സിനെ വെച്ചിട്ട് ലോങ് ഷോട്ട് എടുത്ത് എൻ്റെ ക്ലോസപ്സ് എടുക്കുകയായിരുന്നു അന്നത്തെ സിസ്റ്റം. ഇതതില്ല. പക്ഷെ അത് കാരണം എന്ത് പറ്റിയെന്നറിയാം, ഗുണം ഉണ്ടെന്നറിയാം. റിയലിസ്റ്റിക് ആയിട്ട് അത് വേറൊന്നും പറയാം. ഇത് ഈ ഞാൻ മിക്കവാറും എല്ലാം അങ്ങനെയാണ് അധികം സ്റ്റണ്ട് ചെയ്തിട്ടില്ല, ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ് ചെയ്തത്. ഇതാ ഇവിടെ വരെ ഉണ്ടല്ലോ, അതിൽ ഞാനും സോമനുമായിട്ട് ഒരു സ്റ്റണ്ടുണ്ട് ചെളി കിടന്നിട്ട്, കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. അത് രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 11-12 മണി വരെ ഞാനും സോമനും കൂടെ അടിക്കായിരുന്നു. ശരിക്കും വീഴുന്ന ചെളിയെല്ലാം ആയി. അത് കഴിഞ്ഞിട്ട് വയ്യ, ഞാൻ കാറ് കയറി എൻ്റെ പാട്ടിന് പോയി. അതിന് ശേഷമാണ് നേരെ സിസ്റ്റമേ നേരെ തിരിച്ചായി. ലോങ് ഷോട്ട് എടുത്തിട്ട് ആർട്ടിസ്റ്റിൻ്റെ ക്ലോസപ്പ് എടുക്കുന്നതിന് പകരം ക്ലോസിൽ നമ്മുടെ ഷോട്ട് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ലോങ് ഷോട്ട് എടുത്തവർ. ഞാനിത് പറയാൻ കാരണം ഞാൻ മഹാനാണെന്നല്ല, ഈ രണ്ട് സ്റ്റണ്ടും ഇന്നും സംസാരിക്കപ്പെടുന്നു. കാരണം രണ്ടിലും സത്യം ഉണ്ടായിരുന്നു. അതിൽ അടിച്ച് തലയൊന്നും പൊട്ടിച്ചില്ല എന്ന് വരികയും ടു ക്രിയേറ്റ് ദി ഇല്യൂഷൻ ഓഫ് റിയാലിറ്റി, അടിക്കുമെന്നും തോന്നിപ്പിക്കാനും ഡ്യൂപ്പില്ലാതെ അടിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ സ്ട്രെയിനുണ്ട്, നല്ല സ്ട്രെയിനുണ്ട്.